ആ ഭയങ്കര സെയിലായിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. അതേപോലെ അത് ഒരു ഹാപ്പി സ്റ്റോറി വേണ്ടി അതും ചെയ്യണം ഇനി. ഇനി അടുത്ത ട്രിപ്പ് വരുമ്പോ പ്രിയയുടെ കയ്യില് നാട്ടിൽ നിന്ന് ഒരാള് കാണും. ഇത്രയും കാണില്ല, ചെറുതായി. ഗൈസ്, ഞാൻ പ്രിയനെ നിർബന്ധിച്ച് അവസാനം അത് സംഭവിച്ചു. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ലോകത്ത് വേറെ എവിടെ പോയാലും ഇത്രയും രാവിലെ കൺസിസ്റ്റന്റ് ആയിട്ട് എഴുന്നേക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അങ്ങനത്തെ വ്ളോഗേ പൊതുവെ പ്ലാൻ ചെയ്യാറില്ല. മേ ബി വൺ ഡേ ഓർ സംതിങ്, ഏതെങ്കിലും ഒരു ഹൈക്കിങ്ങോ അങ്ങനെ എനിക്ക് ഭയങ്കര ദൂരം വരെ പോണെങ്കിൽ മാത്രമേ എഴുതേക്കാറുള്ളൂ. പക്ഷെ ബാങ്കോക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു റൂട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു 5:30-6 മണിയാകുമ്പോഴേക്കും ഇറങ്ങും. കാരണം നമ്മുടെ പർച്ചേസിങ് ഡേ ആണ്. കുറച്ചധികം ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ മൾട്ടിപ്പിൾ ദിവസങ്ങളുടെ വീഡിയോ ഒരുമിച്ച് എടുക്കുന്നതായിരിക്കും. സോ നമ്മൾ ബാങ്കോക്കിൽ നമ്മുടെ അടുത്ത പർച്ചേസിന് വേണ്ടി വന്നിരിക്കുവാണ്. അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ബാങ്കോക്കിൽ നിന്ന് ഹാൻഡ് പിക്ക് ചെയ്ത കളക്ഷൻസ് നാട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. സോ ഇതിനൊരു മെയിൻ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ കാണുന്ന സാധനങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുവരാൻ പറ്റില്ല. അതിൻ്റെ സപ്ലയറിനെ കണ്ടുപിടിച്ച് അതിന് എസോ ഫ്രീ എന്ന് പറഞ്ഞൊരു ഡൈ ഉണ്ട്. അത് ഇല്ലെങ്കിലുള്ള അത് ഇല്ലാന്നുള്ള ഒരു സർട്ടിഫിക്കേഷനും പ്ലസ് ആ ഒരു ഡ്രസ്സിന്റെ ഫാബ്രിക് അനാലിസിസ്, ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാട്ടിലേക്ക് ഒഫീഷ്യലി ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നവരുടെ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ പുതിയ സാധനങ്ങൾ കാണുവാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യണം. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്നാലും അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയാണ് നമ്മൾ നാട്ടിലേക്ക് നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിൽ ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്ക് എന്ന് പറഞ്ഞ ഒരു ബുട്ടീക്ക് ഉണ്ട്. അതിൽ നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. സോ നിങ്ങൾ കാണാൻ പോകുന്നത് എങ്ങനത്തെ സാധനങ്ങളായിരിക്കും അവിടെ നിന്നുള്ളതെന്നാണ്. സോ രാവിലെ തന്നെ ഇവിടുന്ന് പോകുന്നതുകൊണ്ട് നല്ല ചൂടാണ് കേട്ടോ. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ട, ഇത് ഫുൾ സൺ പ്രൊട്ടക്ഷൻ ഉള്ള ഡ്രസ്സാണ്. NYയുടെ ബ്രാൻഡിന്റെ ആണ്. സോ ഇതൊക്കെ ഇട്ടാണ് രാവിലെ തന്നെ ഇറങ്ങുന്നത്. സോ വെൽക്കം ടു എ വെരി ഹാപ്പി ഷോപ്പിംഗ് വ്ലോഗ്. നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. രാവിലെ തന്നെ തായ്ലൻഡ് ഫുൾ വൈബാണ്. ആദ്യമേ പോയി ഇവിടെ ഒരു സ്വീറ്റ് പൊട്ടേറ്റോ ബോൾസ് കിട്ടും, അതൊന്നും വാങ്ങണം. നല്ല വിശപ്പുണ്ട്. തായ്ലൻഡ് ആകുമ്പോൾ രാവിലെ എപ്പോഴും വിശപ്പാണ്. അത് തായ്ലൻഡിന്റെ ഒരു ഗുണമാണ്. ഗൈസ്, നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇത് വെച്ച് തുടങ്ങുമെന്ന് വിചാരിച്ചു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്ഥലത്ത് നിന്ന് ട്രാവൽ ചെയ്ത് വരുമ്പോൾ ആ സ്ഥലത്ത് ഒരു ഐക്കോണിക് സാധനം കൊടുക്കാറുണ്ട്. നമ്മൾ ലാസ്റ്റ് ടർക്കിയിലാണ് കൊടുത്തല്ലേ പറയാ, ഈവളെ കൊടുത്തായിരുന്നു. കൊറിയയിൽ നിന്ന് നമ്മൾ കുറച്ച് BTS സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു. പക്ഷെ ഇത്തവണ തായ്ലൻഡ് ഞങ്ങൾ ഇത്രയും തവണ വന്നിട്ട് തായ്ലൻഡിൽ ഏറ്റവും ഐക്കോണിക് സാധനം നിങ്ങൾക്ക് തന്നിട്ടില്ല. സോ നമ്മുടെ OHF ഫ്ലീ മാർക്കറ്റ് കാലിക്കട്ടിൽ വരുന്ന ഫസ്റ്റ് 20 സബ്സ്ക്രൈബേഴ്സ് തായ്ലൻഡിലെ ഐക്കോണായ ഈ ഒരു ഇൻഹേലർ കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കും ഇത് സിമ്പിൾ സാധനമാണ്. അല്ല, ഇതില്ലാത്ത ഒറ്റ ഒരു തായ്ക്കാരനില്ല. ഇൻഫാക്ട് ഒളിമ്പിക്സിന്റെ വരെ ഒരു മീം ഇറങ്ങിയിട്ടുണ്ട്. ഇത് വലിച്ചിട്ട് ഒരു അത്ലീറ്റ് പൊക്കാൻ പറ്റാത്ത വെയിറ്റ് പൊക്കുന്നു. ഇത് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നതായിരിക്കും. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സൊല്യൂഷൻ അല്ല, പക്ഷെ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നതായിരിക്കും. എന്താ ബ്രേക്ക് എന്താ പറയണമെന്നുണ്ട്. കല്യാണം കഴിച്ചവർക്കാണ് മെയിൻലി വേണ്ടത്. തലവേദനയൊക്കെ നന്നായി മാറും കേട്ടാ. ഇങ്ങനെ വലിക്കുക, നമ്മൾ വേറെ ലോകത്തേക്ക് പോകും. ഭയങ്കര പവർഫുൾ ആണ്. സോ ഇത് ആദ്യത്തെ ഒരു 20 സബ്സ്ക്രൈബേഴ്സ് കൊടുത്തതായിരിക്കും. OHF ഫ്ലീ മാർക്കറ്റ് കാലിക്കട്ട് വന്ന് ദിലു ചേട്ടനെ കണ്ട് ചോദിച്ചാൽ മതി, ദിലു ചേട്ടാ സാധനം കയ്യിലുണ്ടോ? ഞാൻ പറയും സാധനം കയ്യിലുണ്ട് ഇന്നാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമ്മുടെ വക ഗിഫ്റ്റ് ആയിരിക്കും ഫ്രം തായ്ലൻഡ്. മോർണിംഗ്. ഇതാണ് രാവിലെ 5 മണിക്ക് എഴുന്നേക്കാൻ പറഞ്ഞിട്ട് മടിയൻ വന്ന ഞാനൊന്നും പറയുന്നില്ല. എന്റെ ഷോപ്പിംഗ് ഗെറ്റപ്പ്, ഈ ചൂടത്ത് ഇടാൻ ഷോർട്സ്, സ്കെച്ചേഴ്സിന്റെ ഷൂസ്. കാരണം കുറെ നേരം നിക്കട്ടി വരും. നടക്കാനാണെങ്കിൽ ഇത് പറ്റില്ല, നിക്കാൻ നല്ലതാ. പിന്നെ UV പ്രൊട്ടക്ഷൻ ഉള്ള ഡ്രസ്, റേ-ബാൻ കണ്ണാടി. ശരിക്കും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ബൈക്കും ചേട്ടൻ ചെയ്യുന്നത്. വ്ളോഗിംഗ് പ്ലസ് ഷോപ്പിംഗ്. ഒന്ന് ആലോചിച്ച് നോക്ക് രാവിലെ ഉള്ള ഡെഡിക്കേഷൻ. തുടങ്ങാം. ആദ്യമേ സ്വീറ്റ് പൊട്ടേറ്റോ ബോൾസ്, എന്നിട്ട് ഷോപ്പിംഗ്. ഫസ്റ്റ് ടാസ്ക് നമുക്ക് വേണ്ട സ്വീറ്റ് പൊട്ടേറ്റോ ബോൾസ് ആണ്. പഴംപൊരി ഉണ്ട്, പഴംപൊരി വേണ്ട. സ്വീറ്റ് പൊട്ടേറ്റോ ബോൾസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗൈസ്, ഞാൻ പ്രിയനെ നിർബന്ധിച്ച് അവസാനം അത് സംഭവിച്ചു. കുറെ കാലമായി നമ്മളിപ്പോൾ ഈ തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആൻഡ് നമ്മുടെ ഷോപ്പിൽ നമ്മൾ എത്ര നോക്കിയിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലുള്ള വെസ്റ്റേൺ നൈറ്റ് വെയർ കിട്ടിയിട്ടേ ഇല്ല. ഓക്കെ, നൈറ്റീസിലൊക്കെ ബ്രാൻഡ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് വേണം വിചാരിച്ചു. അതെ, ക്വാളിറ്റി കിട്ടില്ല, വെസ്റ്റേൺ പാറ്റേൺസ് ആയിട്ടുള്ളത് കിട്ടില്ല. അപ്പൊ ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴാണ് പ്രിയക്ക് വാങ്ങിക്കൊണ്ട് വരുന്നത്. ജപ്പാൻ, ഈ കൊറിയ അങ്ങനത്തെ സ്ഥലത്ത് നിന്ന്. അങ്ങനെ അവസാനം നമ്മൾ തായ്ലൻഡിൽ നിന്ന് നമുക്ക് സപ്ലയറിനെ കിട്ടിയിട്ടുണ്ട്. വളരെ അഫോർഡബിൾ റേറ്റിൽ കിഡിലൻ ഫാബ്രിക് ആയിട്ടുള്ള എസോ ഡൈ ഫ്രീ ആയിട്ടുള്ള നൈറ്റ് വെയർസ്.
അങ്ങനെ നമ്മുടെ ഷോപ്പിലേക്ക് ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാരും വന്ന് മിന്നിച്ചേക്കണം. കാരണം ഞാനാണ് പറഞ്ഞിട്ടാണ് ഇത് പ്രിയ തുടങ്ങുന്നത് കേട്ടോ. അല്ലെങ്കിൽ എല്ലാം ദില്ലുചേട്ടനെ ഞാൻ വീട്ടിൽ ഇട്ടിട്ടുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇട്ടോണ്ട് നടക്കേണ്ടി വരും. ഓരോ ദിവസം ഇട്ട് ഞാൻ നടത്തിക്കും. ഞാൻ പ്രിൻസിനും കുറച്ച് കൊടുക്കും. നിങ്ങൾ രണ്ടുപേരാണ് ഉത്തരവാദിത്തം. ഇതൊക്കെ നോക്ക്, നല്ല ഭംഗിയില്ല, എനിക്ക് ക്യൂട്ട് ആയിട്ടില്ല ഫാബ്രിക്. ഞാൻ ക്യൂട്ട്നെസ് ഒന്നും നോക്കിയിട്ടില്ല, അതൊക്കെ പ്രിയടെയാണ്. ഞാൻ ഫാബ്രിക്സിന് ആദ്യമേ ഇവര് നമ്മളിപ്പോ മൂന്നാമത്തെ തവണയാണ് സപ്ലൈറിനെ തപ്പി വന്നത്. ഇപ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫാബ്രിക് കിട്ടിയത്. കാരണം നൈറ്റ് വെയർ ഷുഡ് ബി വെരി കംഫർട്ടബിൾ, നമ്മുടെ ക്ലൈമറ്റിന് പറ്റിയതായിരിക്കണം. അതൊക്കെ നോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ഷോർട്ട്സ് ടൈപ്പ് ആയിരിക്കും. ഞാനും നൈറ്റ് വെയർ മിക്കത് ഇവിടെ തന്നെ എടുക്കാറ്. പറ്റുമെങ്കിൽ നമ്മൾ പൈജാമയും കൂടെ ഉള്ളതും കൂടെ നോക്കുന്നതായിരിക്കും. പക്ഷെ കൂടുതൽ എനിക്ക് വേണ്ട ഷോർട്സ് ആണ്. കാരണം അതാണ് ഞാൻ നാട്ടില് ഐദർ ഇറ്റ് വിൽ ബി എക്സ്പെൻസീവ് അല്ലെങ്കിൽ ഇറ്റ് വോണ്ട് ബി ഗുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ വേണ്ട പാറ്റേൺസ് കിട്ടാറില്ല. അങ്ങനെ നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിൽ ഉടനെ തന്നെ നൈറ്റ് വെയറും വരുന്നതായിരിക്കും. എല്ലാം നമ്മൾ ഇങ്ങനത്തെ ടൈപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം നമ്മുടെ വെതറിന് പറ്റിയ സംഭവങ്ങളാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, കോട്ടൺ ആണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി കംഫർട്ടബിൾ. ഒരു പൈജാമ പാർട്ടിയൊക്കെ നമ്മൾ ഈ ഫോറിനേഴ്സ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കണ്ടിട്ടില്ല, അവരൊക്കെ ഇടുന്ന പോലത്തെ ടൈപ്പാണ്. പിന്നെ കൊറിയൻ കെ ഡ്രാമാസിലൊക്കെ കാണുന്ന ടൈപ്പാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് നാട്ടിലേക്ക്. ലുക്സ് നൈസ് നോ? ബാക്കിയൊക്കെ നാട്ടിൽ വന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ. കുറച്ചും കൂടെ ഒരു ഷർട്ട് കുറച്ചും കൂടെ പ്രീമിയം ആണ്. എന്നാലും നമ്മൾ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അഫോർഡബിൾ റേറ്റ്സ് കൊണ്ടുവരും. ഞാൻ എപ്പോ തൊട്ട് പറയാ ചൂടത്ത് മറ്റേ സാറ്റിൻ മെറ്റീരിയൽ ഒന്നും ഇട്ടോണ്ട് നടക്കാതെ ഇങ്ങനത്തെ ഒക്കെ ഇടാൻ. ഇറ്റ് ഈസ് നൈസ്, ഇത് നല്ലതാ. പാന്റ് ഉള്ള നൈറ്റ് വെയറും നമ്മൾ എടുക്കുവാണ്. ഇത് ഒരെണ്ണം, അതുപോലെ തന്നെ സൈഡിൽ കിടക്കുന്ന വേറെ ഒരെണ്ണം. ഫസ്റ്റ് പർച്ചേസ് ഓഫ് ദ ഡേ. ബ്യൂട്ടിഫുൾ ഡ്രസ്സസിലാണ് പ്രിയ തുടങ്ങുന്നത്. ഡ്രസ്സിലാണ് പ്രിയയുടെ വീക്ക്നെസ്സസ്. ടോപ്സ് ഒക്കെ വരുന്നതേ ഉള്ളൂ. വൈറ്റ്, യെല്ലോ, ചെറി. അത് നല്ലതാ. കഴിഞ്ഞ തവണ എടുത്താന്ന് തോന്നുന്നു. ഈ ഒരു കളറും കൂടെ എടുക്കുന്നില്ലേ? ബ്ലൂ. അത് ഏത് കളറാന്ന് പ്രിൻസിനോട് ചോദിച്ചാ പറയും ഞാൻ ഏത് കളറാ സെലക്ട് ചെയ്യുന്നത്. ഈ 3 കളേഴ്സ്. ഇതെല്ലാം ഉണ്ടല്ലോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വെൻഡേഴ്സ് ബാങ്കോക്കിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഇത് ഇമ്പോർട്ടഡ് ഒന്നുമല്ല, ബാങ്കോക്കിൽ മെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ലുക്സ് വെരി പ്രിറ്റി. നല്ല മെറ്റീരിയലാണ്. മെയിൻ തിങ് നമ്മൾ വീണ്ടും പറയുന്നത് ബാങ്കോക്കിലെ മെറ്റീരിയലിന്റെ തന്നെയാണ്. കൊള്ളാം അല്ലേ? മനസ്സിലായി, നന്നായിട്ടുണ്ട്. വെരി പ്രിറ്റി. വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്തായാലും കാണും കേട്ടോ. ഇതൊക്കെ നമ്മൾ സ്ഥിര ഷോപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടും കാണില്ല. നൈസ്. ഓക്കെ, ഇതെന്താ സംഭവം? ഇങ്ങനത്തെ നമ്മൾ പൊതുവെ എടുക്കാറില്ലല്ലോ. ആ, ഞാൻ ഇപ്പൊ പോയി വ്ളോഗ് ചെയ്തേ ഉള്ളൂ. നല്ല ഫുഡാ. അതുപോലത്തെ ഒരു നെറ്റഡ് ടോപ്പ് ആണ്. നെറ്റഡ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ലോങ് ടോപ്പ്. ഇതിന്റെ ഫാഷൻ കാണണമെങ്കിൽ ഇങ്ങനെ ഇരിക്കും. പ്രിയ ഇട്ട് കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഇരിക്കും. കണ്ടോ? നമുക്ക് ഷോർട്സിന്റെ കൂടെ ഇടാം, ജീൻസിന്റെ കൂടെ ഇടാം. അപ്പൊ ഞാൻ ഇതിന്റെ വിത്ത് സ്ലിപ്പ്. അപ്പൊ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, ഈ കളർ എടുത്തിട്ടുണ്ട്, ബ്രൗൺ ആൻഡ് വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക്. പ്രിയതേ, ഇങ്ങനത്തെ സാധനത്തിലും കുറച്ച് ഫോക്കസ് ചെയ്തോട്ട്. തുടക്കമായിട്ടുള്ളൂ അല്ലേ? ഒരു വലിയ ഷോപ്പിംഗ് വ്ളോഗ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഫുൾ കളക്ഷൻസ് മാക്സിമം കാണിച്ചു തരാൻ പറ്റും. ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ഇരിക്കാൻ പാടില്ല, ഇതുപോലെ ഇരിക്കും. അതെ, നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ ജീൻസിന്റെ കൂടെ നന്നായി പോവും. നല്ല മാച്ച് ആയിരിക്കും. 3 കളേഴ്സ്. പിങ്ക്, വൈറ്റ്, ക്രീം. ഓക്കെ, ഹൈ ഡിമാൻഡ് ഉള്ള സാധനം കോഡ് സെറ്റ്സ്. പക്ഷെ ഇത് ഒരു ഡിഫറെന്റ് ടൈപ്പ് കോഡ് സെറ്റ് ആണ് അല്ലെ? സ്ട്രൈപ്സ് ആണ്. നൈസ്. നല്ല ഒരു ക്ലാസ് ഇല്ല. വൈറ്റ് ഷൂസ് ഇട്ടാ മതി. ന്യൂ ബാലൻസിന്റെ 9060 ചങ്കി ഷൂസാ. അത് ഇട്ട് കഴിഞ്ഞാൽ ഇത് സാധനം പൊളിക്കും. ഇതിന്റെ പാന്റ് ഇല്ലേ? സെയിം തന്നെ. ഓക്കെ, നൈസ്. ഇനി നമുക്ക് ഇതുപോലത്തെ പ്ലെയിനും വേണം കേട്ടോ. ഭയങ്കര ഡിമാൻഡുള്ള സാധനം പ്ലെയിൻ കോഡ് സെറ്റ്സ്. എടുക്കുന്നത് ഇത് ആളല്ലേ? ഇത് ആളല്ലേ ഇയാള്? എന്നിട്ട് പ്രിയയുടെ ഫേവറേറ്റ് ഡ്രസ് ഇട്ടിരിക്കുന്നത്. ആ, ഭയങ്കര സെയിലായിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. ഇതേപോലെ
അത് ഒരു ഹാപ്പി സ്റ്റോറി വേണ്ടി അതും ചെയ്യണം ഇനി. പിന്നല്ലാതെ തന്നെ അതെ നോക്ക്. അതെ ഞാനും ദിലീപ് ഇട്ടിട്ട് വീഡിയോ ട്രെൻഡിങ് ആവും. അന്ന് അന്തുനെ പിടിച്ചു നിർത്താം. അതെ കൊള്ളാം. ടോപ്സ് ആണ്, ഷർട്ട്സ് പോലത്തെ അല്ലേ? ഇതുണ്ട്, പിന്നെ ഇങ്ങനത്തെ ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇതിന്റെ തന്നെ പാൻസ് ഉണ്ട്. പ്രിയനെ ആയിരിക്കില്ല നോക്കുന്നത്, ബാക്കിലുള്ള ആളായിരിക്കും നോക്കുന്നത്. നൈസ്. കൊള്ളാല്ലേ? ഏറ്റവും പാടുണ്ടല്ലോ ഈ ബോട്ടം വേസ് ആണ്. കാരണം ഇലാസ്റ്റിക് ഇല്ലാത്തത് നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് മൾട്ടിപ്പിൾ സൈസസ് ഇവിടുന്ന് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. സോ അങ്ങനത്തെ തപ്പിപ്പിടിക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ ഭാഗ്യത്തിൻ്റെ ഇതുപോലെ കുറച്ച് നല്ല സ്കേർട്സ് കിട്ടിയിട്ടുണ്ട്. കാണിച്ച് ഒലിവ് ഗ്രീൻ, ക്രീം എല്ലാം ഭയങ്കര ലൈക്ക് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. എല്ലാം 2 മാസം കൂടുമ്പോൾ തന്നെ പുതിയ സാധനങ്ങൾ വരും. പഴയ സാധനങ്ങൾ ചോദിച്ചു വന്നാൽ പറയും സോറി ഓൾഡ് സ്റ്റോക്ക് ആയിന്ന്. അത്രയും ഫാസ്റ്റ് ചേഞ്ചിങ് ആണ് ഇവിടുത്തെ. നൈസ്. ബാലിക്ക് പോകാൻ പ്ലാൻ ഉണ്ടോ പ്രിയ? ബാലിയിലൊക്കെ കിട്ടുന്ന ഔട്ട്ഫിറ്റ്സ് പോലെ ഉണ്ട്. എപ്പോഴെങ്കിലും എന്തായാലും പോണം ഒന്നും കൂടെ. ഭയങ്കര ഇഷ്ടമായി ബാലി. ഇത് എടുക്കുന്നുണ്ട്. ഫ്രണ്ടിലെ മാനിക്യൂണിന് കാണിച്ച ബ്ലൂ നല്ല ഭംഗിയില്ലേ? ഇത് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ കളേഴ്സ് നോക്കട്ടെ. കൂടുതൽ ഡ്രസ്സസ് ആട്ടോ പ്രിയ ഇത്തവണ എടുത്തിരിക്കുന്നത്. നൈസ്. നല്ല പാറ്റേൺ, കളേഴ്സ് ആണ് സംഭവം. നൈസ്. 3 കളർ എടുത്തിട്ടില്ലേ? ഇത് പിന്നെന്താ, ഇത് വൈറ്റ്, പർപ്പിൾ. നൈസ്. ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ എന്റെ ഭംഗി അറിയുള്ളൂ. ഇങ്ങനെ പിടിച്ച് കാണിച്ചിട്ട് കാര്യമില്ല ശരിക്കും. ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര എലഗന്റ് ആയിരുന്നു. നമ്മുടെ എന്ന് പറയാൻ പറ്റില്ല, പ്രിയയുടെ ഒക്കെ മറ്റേ ഫാമിലി ഫ്രണ്ട് പോലെയാണ് കേട്ടോ. ഇപ്പൊ ഇവരൊക്കെ സ്ഥിരമായിട്ട് എടുക്കുന്ന കുറച്ച് ഷോപ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം, ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു സംഭവമാണിത്. നല്ലതാ. ഇത് മൊത്തം കാണിക്കാൻ പറ്റില്ല, കാരണം ഇത് മാത്രം കാണിച്ച് ഈ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന മാത്രം കാണിച്ച് കഴിഞ്ഞാൽ ഒരു വ്ളോഗിനുള്ള കാണും. അത് അത്രമാത്രം എടുക്കുന്നുണ്ട്. അവരിപ്പോ നമ്മളെ കാണുമ്പോ ആ ഹലോ വന്നാ ആ ഒരു ആറ്റിറ്റ്യൂഡ്. ആദ്യമായിട്ട് അവര് നമ്മൾ ഇത്രയും അടുത്ത് 2 തവണ കാണുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 4 months 5 months എങ്കിലും എടുക്കില്ലേ? മിക്ക ഷോപ്പിലും ഇപ്പൊ ഞാൻ കേറിയപ്പോൾ അവര് നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ്. അതും കൊള്ളാം. ഗ്രീന് അല്ലേ? ഇവിടുന്ന് കുറെ എടുക്കുന്നുണ്ട് കേട്ടോ. ഡിഫറെന്റ് കുറെ ടൈപ്പ് ടോപ്സ് ഉണ്ട് ഇവിടെ. ഫോട്ടോ ഒരു ഷോപ്പിൽ നിന്ന് ബഡ്ജറ്റ് തീർക്കാനല്ല പറഞ്ഞത്, 10 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നത്. ഇപ്പോഴും ആ ടോപ്സ് തന്നെ സെലക്ട്. ഓ ദാറ്റ്സ് വെരി നൈസ്. നൈസ്. എന്തില് കാണുമ്പോ അത് ഭംഗിയുള്ളതുകൊണ്ടല്ലോ എടുക്കുന്നത്. അത്രേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ പ്രിയനെ എടുത്തേ. ഇന്നത്തേക്കായി. ഇനി ഞാൻ എനർജി ഡ്രിങ്ക് വേണ്ട. ഈ ഷോപ്പ് പ്രിയക്ക് ഓർമ്മയുണ്ടോ? ഒരു കുട്ടി, അതെ, അതായിട്ട് കളിച്ചോണ്ടിരുന്ന ഷോപ്പാ. ഇതൊക്കെ അവിടെ സ്ഥിര സ്ഥലമാണ്. നൈസ്. ഷോർട്ട് ഡ്രസ്സസ് പൊതുവേ ഭയങ്കര ഡിമാൻഡ്. എറണാകുളത്ത് എനിക്ക് തോന്നുന്നില്ല എവിടെയും കിട്ടുന്നു. അതർ ദാൻ ബാങ്കോക്ക് ഫാഷൻ. ഓ പിന്നെ അതെ, അവിടെ വരുന്നവർ എല്ലാരും ചോദിക്കണ ഷോർട്ട് ഡ്രസ്സാ. അത് നമ്മുടെ അവിടെ ഡിമാൻഡ് കൂടുതലുള്ള സാധനം ഷോർട്ട് ഡ്രസ്. ബിക്കോസ് വേറെ എവിടെയും കിട്ടുന്നില്ല. അവര് തന്നെ പറഞ്ഞു ഷോർട്ട് ഡ്രസ് കിട്ടാൻ പാടാണ്. അപ്പോൾ വി ആർ ബ്രിങ്ങിങ് ഷോർട്ട് ഡ്രസ് ഫ്രം ബാങ്കോക്ക് ടു കൊച്ചിൻ. 2 എണ്ണം ഉള്ളു. അപ്പൊ 2 എണ്ണം ഉള്ളു. ഓക്കെ. ഇതൊക്കെ ഷർട്ട് ഡ്രസ്സസ് ആണ്. കുറെ ടൈപ്സ് ഉണ്ട്. നമ്മൾ ആദ്യമേ കൊണ്ടുവന്ന ഓർമ്മയുണ്ടോ? സ്ട്രൈപ്സ് ആയിട്ടുള്ളത്, ലോങ് റെഡില് വൈറ്റ്, ബ്ലൂല് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതൊക്കെ ഇപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടാ. ഷർട്ട് ഡ്രസ്സാ. പക്ഷെ നമ്മൾ ആദ്യമേ 4 years ബാക്ക് എടുത്ത ഡ്രസ് വരെ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നത്. അതെ. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? പ്രിയയുടെ സെലക്ഷൻ. 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂർ മിനിമം ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ. അങ്ങനെ എത്ര ഡ്രസ്സ് വാങ്ങണം? അതായിക്കോട്ടെ. ടൈം എടുത്ത് സെലക്ട് ചെയ്യുന്നോണ്ടാ എടുക്കുന്നത്. അങ്ങനെ കാണില്ല. ഞാൻ എന്റെ കൈ നോക്കും, പോക്കറ്റ് നോക്കും, ബട്ടൺ നോക്കും, എല്ലാം നോക്കിട്ട് എടുക്കുന്നു. കൊള്ളാല്ലേ? ഇതുണ്ട്. ഓക്കെ. നൈസ്. സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ സ്റ്റൈലിഷ്. ഇതുപോലെ ഇരിക്കും. കയ്യിൽ ഇതുപോലെ ഒരു ക്ലച്ച് ബാഗ് ഒക്കെ വെച്ച് നല്ലൊരു ചെരുപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒരു ആക്സസറിയും വേണ്ട. അല്ല ഇത് നല്ല ഹൈ ഹീൽസ് ആണെങ്കിലും പോവും. ഇത് ഇടുന്നത് ഈ കളർ എടുക്കുന്നുണ്ട്. ഇത് ഗ്രീൻ. നല്ലതല്ലേ?
ഈ കംഫർട്ട് വെയറിന്റെ കൂടെ ഇതിന്റെ കൂടെ ആക്ച്വലി മറ്റേ ബർക്കിൻസോങ്ങിന്റെ സാൻഡൽസ് ഇട്ടാലും പോകും. കംഫർട്ടബിൾ ഫുട് വെയർ ഇടണം, എന്നാലും അതിന്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. ക്രഷ്ഡ് കോട്ടൺ പോലെ എനിക്ക് തോന്നുന്നത്. നല്ലതാ. പ്രിയക്ക് എന്തൊരു സൗകര്യ, ഇരുന്നടുത്ത് ജ്യൂസ് വരും, പെട്ടി വലിക്കാൻ ആൾക്കാര്, പാക്ക് ചെയ്യാൻ ആൾക്കാര്, ഒന്നും അറിയണ്ട അല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഞാനും പ്രിൻസും കൂടെ ഷോപ്പിംഗ് ഒക്കെ ഒരു 2-3 ദിവസത്തിൽ തീർത്തോണം. ഞങ്ങൾക്ക് രണ്ടും വേറെ കുറച്ച് പ്ലാൻ ഒക്കെ ഉണ്ട്. ഈ റൂമിൽ കിടന്ന് ഉറങ്ങിയാൽ മതി. പോയിക്കോ, ഞാനും പ്രിൻസും ഒരു വഴിവും യു ഒരു വേറെ വഴി പോയിക്കോ. എനിക്കും പ്രിൻസ് ആദ്യത്തെ സംഭവം എന്താ അറിയോ? നൂഡിൽ ഈറ്റിംഗ് ചലഞ്ച് ഉണ്ട്. ഒരാൾ മിനിമം 20 ബോൾ കഴിക്കണം. മിനിമം തൊട്ട് 50 ബോൾ വരെ പോവാം. എക്സാജറേഷൻ അല്ല, വ്ളോഗിന് വേണ്ടി പറയല്ല. മിനിമം 20. ഞാനും പ്രിൻസ്, എനിക്ക് ചലഞ്ചിൽ ഒരാളെ കിട്ടിയില്ല, ഇപ്പൊ ഒരാളെ കിട്ടിയല്ലോ. ഞങ്ങൾ 2 പേരും ഇരുന്ന് ബോൾ. എന്നിട്ട് അവിടെ എങ്ങനെയാണെന്നറിയോ പ്രൈസ് കൗണ്ട് ചെയ്യുന്നത്? ലാസ്റ്റ് വന്ന് ബൗൾസ് കൗണ്ട് ചെയ്യും. നമ്മൾ അടിക്കടിക്ക് മുകളിലേക്ക് വെക്കണം. എന്നിട്ട് അവരത് എടുത്തോണ്ട് പോകുമ്പോഴാണ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ ഇന്റർനെറ്റിൽ കണ്ടത്. ഇപ്പോഴും ഉണ്ടോന്ന് അറിയില്ല. അങ്ങനെയല്ലല്ലോ, ഇവരെ പോലെ തന്നെ നമ്മൾ ഓണസ്റ്റ് ആയിരിക്കണം. വളഞ്ഞ ബുദ്ധി എനിക്കില്ല. അത് കുഴപ്പമില്ല, അതും കുഴപ്പമില്ല, അതും കുഴപ്പമില്ല. അത് കുറയ്ക്കാം ഞാൻ. നമ്മൾ കഴിഞ്ഞ തവണ നമ്മുടെ സെലിബ്രിറ്റി കുറച്ച് ഫ്രണ്ട്സിനും പിന്നെ പ്രിയയ്ക്കും വേണ്ടിയൊക്കെ എടുത്തിരുന്നത്. സോ ഇത്തവണ ഇത് ഷോപ്പിലേക്ക് എടുക്കുവാണ്. 2 എണ്ണം വെച്ച് എടുക്കുന്നുള്ളൂ. ഷർട്ട് ഡ്രസ്സസ് തന്നെയാണ്. പ്രിയ ഇട്ടിട്ടില്ല. എവിടെ ഇട്ടേ? മലേഷ്യയിൽ ഇട്ടതാ. നല്ലതാ. ഇതിന്റെ കുറച്ച് മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ട് അല്ലേ? യെല്ലോ, അത് കൊള്ളാം, നല്ല ഭംഗി, നൈസ്. വേറെ ഒരെണ്ണം കൂടി ഇല്ലേ? നമ്മൾ കഴിഞ്ഞ ഇവിടെ എടുത്തതാ. റിമ, അപർണ, കുറെ പേർക്ക് കൊടുത്തതാ. ഇതെങ്ങനെ ഇരിക്കും? ഇത് കാണിക്കത് നൈസ്. പണ്ട് പ്രിയ എപ്പോഴും തൊപ്പി വെക്കുമായിരുന്നു, ഇപ്പൊ അത് നിർത്തി. വെക്ക് പറയാ, തിരിച്ച് ഫാഷനിസ്റ്റ് ആവ്. ഷോപ്പില് ഉടമ ഒരുമാതിരി ഒടിഞ്ഞു കുത്തിയായി അവസാനം ഉടമ. ഇട്ട ഡ്രസ് അല്ലേ ഇതൊക്കെ? ഭാഗ്യത്തിനാണ് നമുക്ക് റിപ്പീറ്റ് കിട്ടുന്നത്. സാധാരണ അങ്ങനെ കിട്ടാറേ ഇല്ല. പക്ഷെ എന്റെ ഒരു സെലക്ഷൻ കണ്ടായിരുന്നില്ലേ? അതൊക്കെ ഇത് നോക്ക്, ഇത് നല്ല ഭംഗിയില്ലേ? വൈറ്റ് ഷർട്ട് ഡ്രസ് ആണ്, പക്ഷെ ഒരു സൈഡിൽ ഇതുപോലെ ഫ്രിൽസ് അല്ല, സ്കേർട്ട് പോലെ ഇരിക്കുന്നു ഷർട്ട് ഡ്രസ്സിന്റെ. ഇത് തേച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ഇത് എന്റെ സെലക്ഷൻ ആണ്. ഇടുവാണെങ്കിൽ നിങ്ങൾ എന്നെ കമന്റ് ചെയ്യണം അല്ലേ? എന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് എന്റെ പേര് കമന്റ് ചെയ്യുക. ദിലു ചേട്ടൻ്റെ സെലക്ഷൻ അടിപൊളിയാന്ന്. ഇതിന്റെ ബാക്കും അങ്ങനെ പറയാ ഒക്കെ ഉണ്ടല്ലോ. ഇവരുടെ ഷോപ്പിന്റെ ഡ്രസ്സ് ഇട്ടാണ് ഇവർ നിൽക്കുന്നത്. അത് കണ്ടിട്ടാണ് പ്രിയയും ബാങ്കോക്ക് ഫാഷൻ മാത്രം കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വീഡിയോ ഞാൻ ഈ ട്രിപ്പിൽ മൊത്തം ബാങ്കോക്ക് ഫാഷൻ അല്ലേ? ഈ ട്രിപ്പിൽ മൊത്തം ബാങ്കോക്ക് ഫാഷൻ ആണോ ഔട്ട്ഫിറ്റ്? എനിക്ക് എന്താ ഇഷ്ടപ്പെട്ട അറിയോ? എന്താ? ഈ കുട്ടീനെ നോക്ക്. ഓ, സ്റ്റൈലായിട്ടുണ്ട് അല്ലേ? പക്ഷെ ഞാൻ ഇട്ട ഈ സ്റ്റൈല് വരുമോ? കിട്ടും കിട്ടും. അകത്ത് സ്കിൻ കളർ ടീഷർട്ട് ആണോ അത്? അല്ലല്ല, അകത്ത് അതെ സ്ലിപ്പ്. അത് കറക്റ്റ്. അകത്തൊരു സ്കിൻ കളർ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ തുറന്നു ഇടാം, അല്ലെങ്കിൽ ജാക്കറ്റ് പോലെ ഇടാം, അല്ലെങ്കിൽ ഷർട്ട് പോലെ ഇടാം. ഇത് പക്ഷെ നല്ല ഭംഗി, നല്ലതായിട്ടുണ്ട്. സ്റ്റൈലിഷ് ആയിട്ടില്ലേ? ഇവിടെ എല്ലാ പാറ്റേൺസും കൊള്ളാം. എല്ലാം ഒരു മിഡിൽ ഈസ്റ്റേൺ NRIs ഒക്കെ ഇടുന്ന പോലത്തെ ഒരു സംഭവങ്ങൾ പോലെ ഉണ്ട്. ഫ്രണ്ടിലത്തെ ഒരു സൈഡ് ഈ സൈഡ് ആണെങ്കിൽ ബാക്കിലത്തെ ഓപ്പോസിറ്റ് സൈഡാ. കൊള്ളാം അല്ലേ? ബാക്കിൽ ഫുൾ അങ്ങനെയാട്ടാ, ഫ്രണ്ടിൽ മാത്രം ഒരു സൈഡ്. നൈസ്. ഇതൊക്കെയാണ് ടോട്ടലി യൂണീക്ക് എന്ന് പറയുന്നത്. കുറച്ചൊരു ഫെയ്ഡഡ് ജീൻസിന്റെ ഫുൾ ഫ്ലോറൽ ലുക്ക്. ഇതെനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായി. ഭയങ്കര ഒരു പ്ലെയിൻ വൈറ്റ് ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ജീൻസസ് ഭയങ്കര അടിപൊളിയാണ്. വേസ്റ്റും ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. സൂപ്പർ ആയിട്ടുണ്ട് രണ്ടും, ഭയങ്കര നന്നായിട്ടുണ്ട് കേട്ടാ. എനിക്ക് പക്ഷെ ഏറ്റവും ഇഷ്ടമായത് ബ്ലാക്കാ, നല്ല യുണീക്കാ. നമ്മള് ഫസ്റ്റ് ഇങ്ങനത്തെ സമയം എടുക്കും കേട്ടാ, കാരണം നമുക്ക് ഇത് ഇപ്പൊ കൊണ്ടുവരാൻ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞ അസോ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഷിപ്പ് ചെയ്യണം. അതെ, വരും പിന്നെ അതെ, ഷോപ്പിൽ എത്തിയിട്ട് ശേഷം നമ്മൾ ഒന്നും കൂടെ വീഡിയോ ഇടും. അങ്ങനെ അവസാനം ടോപ്സിലേക്ക് പ്രിയനെ ഞങ്ങൾ കൊണ്ടുവന്നു. പ്രിയ ഡ്രസ്സ് എടുത്ത്
ലാസ്റ്റ് ടോപ്സ് എടുക്കാതെ ഉള്ള ബഡ്ജറ്റ് ആകുമ്പോഴേക്കും തീരും. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ടോപ്സ് എടുക്കാൻ വന്നിരിക്കുവാണ്. എല്ലാ കളേഴ്സും നല്ല ബട്ടൺസ് ആണ് ഹൈലൈറ്റ്. ഇതുപോലെ ഇരിക്കും സംഭവം. വൈറ്റ് എടുത്തു എന്തായാലും. ഓക്കെ, യെല്ലോ നല്ലതാ, പിങ്കും നല്ലതാ, ബ്ലാക്ക് നല്ലതോ? അപ്പൊ എല്ലാം എടുക്കും. ബ്ലൂ നല്ലതാ. അതാണ് ഒരു കൺഫ്യൂഷൻ. ഇനി പ്രിയ പറക്കും. എനിക്കറിയാം. എന്താ? കരിക്കല്ല, എനർജി ജെല്ലി. സിപ്പപ്പ് പോലെ ജെല്ലി ഒറ്റ വലി വലിച്ചു കഴിഞ്ഞുണ്ടല്ലോ പറക്കും. എന്താ സ്പ്ലാഷ് പോലെയോ? നോക്കണമല്ലോ ഒന്ന് പറക്കണം. നോക്ക്, അത് കഴിഞ്ഞിട്ട് കരിക്കും പോരെ. ഇതേ ഇവിടുത്തെ സ്റ്റാഫാണ് ഈ പുള്ളി ഡൽഹിന്നാ. ഇയാൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കുറ്റങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഇത് അയാള് ശരിയല്ല, അയാള് ഞാനായിട്ട് ചേർച്ചയില്ല, എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളൂ. വേണമെങ്കിൽ നമ്മുടെ കടയിൽ കൊണ്ടുപോയല്ലോ. അതന്നെ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഷോപ്പാണ്, ഷർട്ട് ഡ്രസ്സസിന്റെ ഷോപ്പാണ്. ഇഷ്ടം മാതിരി വെറൈറ്റി ഉണ്ട്. എന്താ ഇത്? കളേഴ്സ്, പാറ്റേൺ എല്ലാം വെറൈറ്റി. സൂപ്പർ അല്ലേ? നൈസ്, വെരി നൈസ്. ഇങ്ങനത്തെ എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾക്ക്? കിട്ടും, ബാങ്കോക്ക് ഫാഷൻ കിട്ടും, ഒരു ഹാപ്പി സ്റ്റോറി കിട്ടും. വേറെ എവിടെയും കിട്ടും ഇല്ല. ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ വന്ന് എത്ര ആൾക്കാരായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന, പക്ഷെ എല്ലാവരും കൈൻഡ്. ആരും നമുക്ക് ഇത്രയും നാളായിട്ട് റൂഡായിട്ടില്ല. അത് ഞാൻ പറയാനുള്ള കാരണം ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും നമുക്ക് എവിടെ ടേബിളിൽ കിട്ടിയ സ്നാക്സ് എന്തെങ്കിലും കാണും. നമ്മൾ തന്നെ എടുത്ത് കഴിക്കുമോ അല്ലെങ്കിൽ അവർ ഓഫർ ചെയ്യുമോ, എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടും. അവർക്കൊരു സന്തോഷമാണ്. ഇപ്പം ഞാൻ കഴിക്കുന്നത് ഇവിടുത്തെ ഈ വാട്ടർമെലൺ മിന്റ് ആണ്. ഇവിടെ 7-Eleven കിട്ടും, ഭയങ്കര പോപ്പുലറാണ്. ഇങ്ങനെ എല്ലാ കടയും പോയി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതുകൊണ്ട് വയറെപ്പോഴും ഫുള്ളാണ്. ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന നോക്കിയാൽ എത്ര 1000 കടകളോളം ഇവിടെ ഈ ഒരു മാർക്കറ്റിൽ കാണും അല്ലേ? സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവരണ്ടേ? ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നമുക്ക് ഇതിന്റെ പകുതി റേറ്റിന് കൊടുക്കാം. നമ്മൾ ഒരെണ്ണത്തിന്റെ 1000 വെച്ചൊക്കെ എടുത്ത മാക്സ് ഒക്കെ പോലെ. പക്ഷെ നമ്മുടെ അതേ അല്ലല്ലോ. അതെ, വെച്ചെടുക്കുന്നത്. അവര് ഡിസ്കൗണ്ട് ചോദിക്കണമെങ്കിൽ സപ്ലയർ പറയും 1000 പീസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ പകുതി വിലക്ക് തരാമെന്ന്. അത് ഒരു കളറ്. നമ്മൾ ഇവിടുത്തെ ഷോപ്പ് കീപ്പേഴ്സ് കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. എന്നാലും ഈ ഫുഡ് കോർട്ടിൽ ആരും ഇല്ല കേട്ടോ. ഇവിടുത്തെ ഷോപ്പിലെ ഓണേഴ്സ് മാത്രം വന്ന് കഴിക്കുന്നത്. അതുപോലത്തെ ഒരു ഹോംലി സ്ഥലമാണ്. അല്ലാതെ നമ്മൾ എന്തൊക്കെ ഫുഡ് തായ്ലൻഡിലുള്ളത്, എന്നിട്ട് ലാസ്റ്റ് ഹോംലി ഫുഡ് കഴിക്കാനാണ് ഓപ്ഷൻ. യോഗം, അതെ. വേറെ ദിവസം എടുക്കുന്നതാണ്. ഞങ്ങൾ ഏകദേശം 5 ദിവസങ്ങളാണ് ഇങ്ങനെ പോകുന്നത്. ഇവിടെ മൊത്തം ആൾക്കാർ ലൈവ് സ്ട്രീമിംഗ് ആണ് ഷോപ്പിംഗ്. ഇവിടുത്തെ ഭയങ്കര ട്രെൻഡാണ് ലൈവ് സ്ട്രീമിംഗ്. ഇങ്ങനെ കാണിച്ചിട്ട് വേണ്ട സാധനങ്ങൾ അപ്പപ്പ അവർ വാങ്ങും. കസ്റ്റമേഴ്സ് വേണം എന്ന് പറയുന്ന സാധനങ്ങൾ അപ്പപ്പ വാങ്ങും. ഇത് ഭയങ്കര പോപ്പുലർ ഷോപ്പാണ്. ഇതെന്താ അക്കോബയാണോ? ഫ്ലവർ പ്രിന്റ്. വെറുതെ അല്ല ഇത്രയും പോപ്പുലർ എന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഹച്ചിക്കോന്റെ ടീഷർട്ട് ഉണ്ട്, ഐ മീൻ ടോപ്പ് ഉണ്ട് താഴെ കണ്ട. അതാണ് ഇതൊക്കെ കൊള്ളാം. വെറുതെ അല്ല കേട്ടോ. നല്ല ഇതുപോലത്തെ നല്ല ഷോപ്സിൽ എല്ലാം ഇതുപോലെ അവര് ലൈവ് പോവും. എന്നിട്ട് ലാസ്റ്റ് അവർ ഓർഡേഴ്സ് എടുത്തുകൊണ്ട് പോയി നേരെ കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യും. അവർ 8 വരെയാണ് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഇട്ട് കാണിക്കുന്ന കാര്യം കാണിക്കും. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കാണിക്കുക കേട്ടാ. അത് അകത്ത് സ്ലിപ്പ് ഇട്ട് അങ്ങനെ ചെയ്യാലോ. സ്ട്രീമിംഗ് ചെയ്യുന്നത് പ്രിയ എപ്പോഴും ഇടുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ കണ്ടു കാണും. പ്രിയനോട് ഊരാൻ പറഞ്ഞിട്ട് അത് ഊരി കളയാത്ത സംഭവമാണ് പ്രിയ എപ്പോഴും ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഭയങ്കര സൈസാന്നാണ് പ്രിയ പറയുന്നത്. പക്ഷെ ഇവിടെ ഇട്ടിരിക്കുന്ന മാനിക്വിൻ നോക്ക്, തൈ സൈസാണ്. എന്നിട്ട് ആ മാനിക്വിൻ വരെ ഫിറ്റ് ആണ്. അതേ പറഞ്ഞാൽ 3 സൈസാണ് ഇത്. അപ്പോൾ ഗുണമുണ്ട്, എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു M അല്ലെങ്കിൽ ഒരു S തൊട്ടുള്ള 2XL അല്ലെങ്കിൽ 3XL വരെ 2XL വരെ ഉള്ളവർക്ക് ഇടാനും പറ്റും. ഒരു ഐഡിയ കൊള്ളാം കേട്ടോ. ഇത് നോക്ക്, ഇതും അവരിട്ട ഡ്രസ്സ് വിത്ത് ബെൽറ്റ് ആണ് നമ്മളും എടുത്തിരിക്കുന്നത്. ശരിക്കും നല്ല ടെക്നിക്ക് അല്ലേ? പ്രിയനെ കാണുമ്പോ ഒരു ചിരി കാണും. അറിയാം ഇന്നത്തെ കച്ചവടം സെറ്റായത്. ഓ, ഒരു കൊടയും വേണ്ട. ഭയങ്കര സന്തോഷം. മാസ്കിൽ കൂടെ കണ്ണിൽ കാണാം ആനന്ദ കണ്ണീരൊക്കെ വരുന്നുണ്ട്. ഇന്നത്തെ സെയില് സെറ്റാണ്. ഇവിടെ വന്ന് പ്രിയ ഒരു ഇരിപ്പുണ്ട്. ഇനി അങ്ങോട്ട് തുടങ്ങും. നമുക്ക് പോയി കഴിച്ചിട്ടൊക്കെ വരാം. അല്ലെങ്കിൽ ഒരു ഫുഡ് മസാജ് ചെയ്തിട്ട് വരാം. ഞങ്ങള് ഫുഡ് മസാജ് ചെയ്തിട്ട് വരാം. നമ്മള് പോയത് പക്കാട്ടായി ട്രഡീഷണൽ ഡിഷാണ്. ഇത് പാറ്റ്സി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോക്കിനെയാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഫ്ലാറ്റ് നൂഡിൽ, സോയാ ബേസ്ഡ് ആണ് പോക്ക്. ഇത് അതിൻ്റെ കൂടെ ക്രിസ്പി പോക്ക്,
സൂപ്പ്, പിന്നെ അവരുടെ ഒരു ടൺ അക്കമ്പനിയൻസ് ഉണ്ട്. ഇങ്ങനത്തെ കുറേ സോസസ് ഉണ്ട്, ഫിഷ് സോസ് തൊട്ട് കെച്ചപ്പ് തൊട്ട് ഇതിൻ്റെ അകത്ത് ചില്ലി ഫ്ലേക്സ് അങ്ങനത്തെ പഞ്ചസാര വരെ ഇടും ഇവർ നൂഡിൽസിൽ. അതാണ് പ്രിയ ആണെങ്കിൽ മുട്ട, ചിക്കൻ, കുക്കുംബർ തൊടില്ല കേട്ടോ, അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. കുക്കുംബറോ ഫ്രഷ് ക്രിസ്പി വേണമെങ്കിൽ പോർക്കൊന്ന് കഴിച്ചു നോക്ക്. ഫ്രണ്ട്സ് കഴിച്ചു നോക്ക്, ഭയങ്കര ടേസ്റ്റ് ആട്ടാ. നമുക്ക് ഇത് ഇവരുടെ ക്രിസ്പി ഫ്രൈഡ് പോക്കാണ്. ഈ മുകളിൽ കാണുന്ന ലെയർ ഭയങ്കര ടേസ്റ്റിയാണ് ഈ പോക്ക്. അടിപൊളിയല്ലേ? ഇവിടെ 3 ഡ്രസ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിന്റെ ഡ്രസ്സല്ല ഇവിടുത്തെ താരം. ഇവിടുത്തെ താരം പ്രിയാണ്. പ്രിയയുടെ കയ്യിലിരിക്കുന്ന ആളാണ്. എല്ലാ ട്രിപ്പിനും ഒരാളെ കിട്ടും. ഇനി അടുത്ത ട്രിപ്പ് വരുമ്പോ പ്രിയയുടെ കയ്യിൽ നാട്ടിൽ നിന്ന് ഒരാൾ കാണും. ഇത്രയും കാണില്ല, ചെറുതായിരിക്കും. തീരുമാനിച്ചു, ഡേറ്റ് ഉറപ്പിച്ചു. നമ്മുടെ എനർജി ഒക്കെ ഓൾമോസ്റ്റ് ഡ്രെയിൻ ആയി കേട്ടാ. ഇനി ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങിയാലേ വൈകുന്നേരം ഫ്രഷ് ആയിട്ട് ഒന്നും കറങ്ങിയിട്ട് നാളെ രാവിലെ വീണ്ടും ഇറങ്ങാൻ പറ്റുള്ളൂ. വാ സംഭവം അകത്ത് സ്ലിപ്പ് ഇടുവോ? ഇത്രയും നേരം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ടൈ ആൻഡ് ഡൈ കിട്ടുന്നത്. നോക്കട്ടെ. ബ്ലൂ എടുത്തു. ഓക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട് ഒരു ടൈ ആൻഡ് ഡൈ. നമ്മള് ബാലിന്ന് എടുത്തതാ, ഓർമ്മയുണ്ട് എന്റെ ഫാക്ടറി പോയത്. ഓക്കെ, പിന്നെ അതും എടുത്തു. നൈസ്. അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് നമ്മൾ മിക്സിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ലൈം സോഡയും കുടിച്ച് എനിക്കൊന്ന് തായ്ലൻഡിൽ കിട്ടുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പോക്ക് സാറ്റയാണ്. ഇതാണ് ഒരു ചെറിയ കടയാണ്, പക്ഷെ എനിക്കൊന്ന് മിഷ്ലിൻ ഗൈഡിലുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. എവ്രിവൺ ഈസ് സോ ടയേർഡ്. ഇറ്റ് ഈസ് ലൈക്ക് ക്രേസി. ഞങ്ങൾ ഇങ്ങനെ ഷോപ്പ് ചെയ്യുന്നതിന് ഏകദേശം ഞാൻ പറയാം ഒരു ടണ്ണിൻ്റെ അല്ലെങ്കിൽ 1.5 ടൺ അതിൽ കൂടുതൽ കാണും, വെയിറ്റ് കാണും ഡ്രസ്സുകൾക്ക്. അത്രയും അധികമാണ് നമ്മൾ ഷോപ്പ് ചെയ്ത് വരേണ്ടത്. ഉറങ്ങിയ നല്ല ഒരാളെ ഞാൻ ഒരിക്കലും വൈകുന്നേരം ഉറങ്ങില്ല കേട്ടാ. എനിക്ക് ഉറക്കം വരുന്നില്ല, എന്നെ വിളിക്കരുത്, ഞാൻ കിടക്കാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൂർക്കമലി മതി. മുഖം അറിയാം കൂർക്കം വലിച്ച് ഉറങ്ങിയത്. നമുക്ക് കൺക്ലൂഷൻ പോലും എടുക്കാനുള്ള ആരോഗ്യം ഇല്ലായിരുന്നു. അപ്പൊ എന്തായാലും ഒരു കിടിലൻ ഷോപ്പിംഗ് വ്ളോഗ് ആയിരുന്നു. ഇതൊക്കെ കൊച്ചിയിലേക്ക് ഉടനെ വരുന്നതായിരിക്കും. ഞാനും പ്രിൻസും മറ്റേ ഫ്രിൽസ് ഒക്കെ ഉള്ള ഡ്രസ് ഇട്ട് മോഡൽ ചെയ്തായിരിക്കും. നിങ്ങളുടെ എക്സിബിഷനിൽ വരുമ്പോ പ്രിൻസിനെയും ഞാൻ ചേട്ടനെയും ഇവിടുത്തെ ഡ്രസ് ഇടിച്ചിട്ടായിരിക്കും നിർത്തുന്നത്. കണിയാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നാളെ വേറൊരു അടിപൊളി വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. Bye.